എല്ലാവർക്കും നമസ്കാരമുണ്ടേ. ഇന്ന് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് അപേക്ഷ കൊടുക്കുന്നത്. പണ്ടത്തെ പോലെ HR എല്ലാം വായിക്കുന്നില്ല. ഇപ്പോൾ AI സഹായത്തോടെ CV ഷോർട്ട് ചെയ്യപ്പെടുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് സാധാരണ പോലെ CV എഴുതുന്നതൊക്കെ ഒരു പഴങ്കഥയായി കേട്ടോ. ഇപ്പോൾ പല കമ്പനികളും ATS, അതായത് ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന AI സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഈ സിസ്റ്റം ആദ്യം ഓക്കെ പറയണം. എങ്ങനെ ഇരിക്കണം നല്ലൊരു CV? അതിനെന്തൊക്കെ ചെയ്യണം? ആദ്യമായി ഏത് ജോലിക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം. ആ ജോലിക്ക് അനുയോജ്യമായിരിക്കണം നിങ്ങളുടെ CV. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൊഫൈൽ സമ്മറി. ഒരു പേജ് മുഴുവൻ വലിച്ചുവാരി എഴുതണ്ട. പഞ്ചസാര തരി പോലെ വളരെ ചെറുതും എന്നാൽ മധുരമുള്ളതുമായിരിക്കണം നിങ്ങളുടെ പ്രൊഫൈൽ സമ്മറി. സിമ്പിൾ ഫോർമാറ്റ്, നോ ഫാൻസി കളേഴ്സ്, നോ ടേബിൾസ്. AI സിസ്റ്റം സിമ്പിൾ ഫോണ്ടും ക്രമമായ ലിസ്റ്റുകളും മാത്രം അനുസരിക്കും. ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ് ആദ്യം, പിന്നീട് പഴയത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, സ്കിൽസ്, ലാംഗ്വേജ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് എന്നിവയ്ക്കെല്ലാം ഇടം നൽകണം. സത്യത്തിൽ നല്ല കഴിവുണ്ടായാൽ മാത്രം പോരാ. നിങ്ങളുടെ കഴിവ് അതെന്തായാലും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നതായിരിക്കണം നിങ്ങളുടെ CV. നിങ്ങളെ ജോബ് റിക്രൂട്ടറിനോട് പരിചയപ്പെടുത്തുന്ന ആദ്യ ടൂൾ എന്ന് മനസ്സിലാക്കി വേണം CV തയ്യാറാക്കാൻ. നല്ല രീതിയിൽ തയ്യാറാക്കിയ ഒരു ATS ഫ്രണ്ട്ലി AI റീഡബിൾ CV നിങ്ങൾക്ക് ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റിലെത്താനുള്ള അവസരം കൂടിയാകും. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടേക്ക് കെയർ.